ഈ 3 ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അതിലൊന്നാണ് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 3,17,000 കോടി. അടുത്തത് പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി 2,40,000 കോടി. മൂന്നാമത്തത് GST 11,78,000 കോടി. ഇതെല്ലാം 2025-26 എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. സോ ഈ അനാലിസിസ് നമുക്ക് ചെയ്യാം. ഹലോ ഡിയർ ആസ്പിരൻസ്, നമ്മളിന്ന് ഒരു പുതിയ പ്ലേലിസ്റ്റ് ആരംഭിക്കുകയാണ് എക്കണോമിക്സിൻ്റെ, ബഡ്ജറ്റ് ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഈ ടോപ്പിക്ക് നിങ്ങൾ കേരള PSCയിൽ ഏത് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, അത് 10th ആണെങ്കിലും 12th ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൊഡ്യൂളായിട്ട് ഈ ബഡ്ജറ്റിംഗ് മാറിയിട്ടുണ്ട്. സോ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് കമ്പോണൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. വരുന്ന വീഡിയോസിൽ ബഡ്ജറ്റിൻ്റെ അനാലിസിസ്, 2025-26 ബഡ്ജറ്റിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസീസ്, ടൈപ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസീസ്, FRBM ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 10th 12th ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇത്രയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് ഈ പ്ലേലിസ്റ്റ്. സോ എല്ലാവരും ഉറപ്പായിട്ടും ഈ വീഡിയോസ് തുടർന്ന് അങ്ങോട്ട് കാണുക. മാത്രമല്ല, നിങ്ങൾക്കറിയാം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ, ഡിഗ്രി പ്രിലിംസ് എക്സാം നെക്സ്റ്റ് മന്ത് മെയ് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2 ഘട്ടമായിട്ടാണ് ഇത്തവണ ഡിഗ്രി പ്രിലിംസ് എക്സാം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ എക്കണോമിക്സിന് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഈ 5 മാർക്കിൽ ഔട്ട് ഓഫ് 5 മാർക്സിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു മൊഡ്യൂളാണെന്ത്, ഈ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. അപ്പം ഏത് യാർഡ് സ്റ്റിക്ക് വെച്ച് നോക്കിയാലും, ഏത് ലെവൽ ഓഫ് എക്സാം എടുത്താലും നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര കോസ്റ്റ് ടു ടൈം ബെനിഫിറ്റ് റേഷ്യോ ഉള്ളൊരു ഏരിയ ആയിട്ട് എന്ത് മാറിയിരിക്കുകയാണ്, ബഡ്ജറ്റിംഗ് മാറിയിരിക്കുകയാണ്. സോ നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങളുടെ മാർക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ബഡ്ജറ്റിംഗ് എവിടെ പഠിച്ച് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബഡ്ജറ്റ് കമ്പോണൻസിലാണ് പഠിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ബഡ്ജറ്റ് കമ്പോണൻസ്? ഇവിടെ ബഡ്ജറ്റ് കമ്പോണൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബഡ്ജറ്റ് കമ്പോണൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ 4 പാരാമീറ്റേഴ്സിനെ ഞാൻ 2 വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടും 2 ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആയിട്ടും ഫോർ ദ സേക്ക് ഓഫ് അവർ സ്റ്റഡിങ് പർപ്പസ് ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെയാണ്? 2 വെർട്ടിക്കൽ എന്നും 2 ഹൊറിസോണ്ടൽ എന്നും. ഓക്കെ, സോ ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ ബോക്സ് കാലിയാക്കി ഇട്ടിരിക്കുന്നത്. വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതല്ലേ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ്. ഈ കോളം വൈസ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഈ റോ വൈസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന പാരാമീറ്റേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ബഡ്ജറ്റ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് എ ബഡ്ജറ്റ് എന്നറിയണം. ബഡ്ജറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കറിയാം, നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. നമ്മുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരു ബാധ്യത തന്നെയാണെന്ത്, യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ളത്. ആർട്ടിക്കിൾ 112 അനുച്ഛേദം 112 ഇന്ത്യൻ ഭരണഘടനയിൽ ബഡ്ജറ്റിനെ പറ്റി പരാമർശമുണ്ട്. ബഡ്ജറ്റിനെ പറ്റി എന്താ പരാമർശിച്ചേക്കുന്നത്? ബഡ്ജറ്റ് എന്നൊരു പ്രയോഗം ഉണ്ടോ? ബഡ്ജറ്റ് എന്നൊരു ടേം ആസച്ച് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റുമോ? പറ്റില്ല. മറിച്ച് എന്താ കാണാൻ സാധിക്കുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബഡ്ജറ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ചെന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മേലെയാണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത. ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. The president shall, in respect of every financial year, cause to be laid before both houses of parliament a statement, a financial statement known as annual financial statement. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി വരവും ചെലവും രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വരവെത്ര ചെലവെത്ര എന്ന് രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ബഡ്ജറ്റിന്റെ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് അറിയുന്നതിന് വേണ്ടി ബഡ്ജറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ ബഡ്ജറ്റിന്റെ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഏതൊക്കെയായിരിക്കും? ഇവിടെ നമ്മുടെ ബഡ്ജറ്റിന്റെ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഈ പറയുന്നത് പോലെ റെസിപ്റ്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും ആയിരിക്കും. സോ എങ്ങനെയാണ് നമ്മളിവിടെ റെസിപ്റ്റ് എന്നും എക്സ്പെൻഡിച്ചർ എന്നും എഴുതിയത്?
ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു. ബഡ്ജറ്റ് എന്താണ്? ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് എന്തൊക്കെ? റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും. അത് നമ്മൾ വെർട്ടിക്കൽ പാരാമീറ്റർ 1 ആയിട്ടും വെർട്ടിക്കൽ പാരാമീറ്റർ 2 ആയിട്ടും റെസ്പെക്റ്റീവ്ലി നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് കിട്ടി. ഇനി ബഡ്ജറ്റിൻ്റെ ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ബഡ്ജറ്റിൻ്റെ ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് അറിയുന്നതിന് വേണ്ടി ബഡ്ജറ്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയണം, എത്ര ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ടെന്ന് അറിയണം, അല്ലെ ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയണം. ബഡ്ജറ്റിൻ്റെ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ് കിട്ടുന്നതിന് വേണ്ടി വാട്ട് ഈസ് എ ബഡ്ജറ്റ് എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചതെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഈ പറയുന്ന പോലെ ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചോദ്യം ഉന്നയിക്കേണ്ടത്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റിനെ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതാ നോക്കൂ, ബഡ്ജറ്റിനെ യൂണിവേഴ്സലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. ഏതൊക്കെയാണ്? ഇതായിരിക്കും ഒരു പക്ഷേ അറിയാത്ത. ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് പലർക്കും അറിയാം. ബഡ്ജറ്റിന്റെ ടൈപ്സ്, എത്ര ടൈപ്പ് ബഡ്ജറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ പഠിച്ചോളൂ. ബഡ്ജറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ബഡ്ജറ്റ്സിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം യൂണിവേഴ്സലി, റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? റവന്യൂവും ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബഡ്ജറ്റിന്റെ 4 പാരാമീറ്റേഴ്സ് കിട്ടി. ഏതൊക്കെയാണ് ബഡ്ജറ്റിന്റെ 4 പാരാമീറ്റേഴ്സ്? ഏതൊക്കെയാണ്? 2 വെർട്ടിക്കൽ പാരാമീറ്റേഴ്സും 2 ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സും, റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ, ക്യാപിറ്റൽ. സോ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതായിരിക്കും എന്ത്? ബഡ്ജറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റെസിപ്റ്റും കൂടെ ചേരുമ്പം റവന്യൂ റെസിപ്റ്റും കൂടെ ചേരുമ്പോൾ റവന്യൂ റെസിപ്റ്റ്, റവന്യൂവും എക്സ്പെൻഡിച്ചറും കൂടെ ചേരുമ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റലും റെസിപ്റ്റും കൂടെ ചേരുമ്പം ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റലും എക്സ്പെൻഡിച്ചറും കൂടെ ചേരുമ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ഇതാണ് ബഡ്ജറ്റ് കമ്പോണൻസ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ 4 കമ്പോണൻസ് ഏതൊക്കെയാണ്? റവന്യൂ റെസിപ്റ്റ്, റെസിപ്റ്റ് സൈഡ് വെച്ച് നോക്കാം. റവന്യൂ റെസിപ്റ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതാ നോക്കൂ, ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും ഉണ്ട്. റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. വളരെ സിമ്പിൾ അല്ലേ ഇത് പ്ലോട്ട് ചെയ്യാൻ? ഈ റെസിപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റെസിപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടി ഇങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസിപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ടോട്ടൽ, അതിൻ്റെ സം എന്ത് കിട്ടും? അതിൻ്റെ സമ്മ് ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് കിട്ടും. ടോട്ടൽ റെസിപ്റ്റ്സ് കിട്ടും, ടോട്ടൽ റെസിപ്റ്റ്സ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ എക്സ്പെൻഡിച്ചറും കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് കമ്പോണൻസ് പ്ലോട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ നമുക്ക് ഈ ഓരോ കമ്പോണൻസിനെയും ഒന്ന് കണ്ടു നോക്കാം. ഇതാ നോക്കൂ, റവന്യൂ റെസിപ്റ്റും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടൂടെ? റവന്യൂ റെസിപ്റ്റും കൂടെ ചേരുമ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് ആണ് കിട്ടേണ്ടത് അല്ലേ? ഇതാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഡോക്യുമെന്റ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് സിംപ്ലി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ PDF കിട്ടും. അതിൽ നമുക്ക് ഈ 4 കമ്പോണൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇതാ നോക്കൂ, റവന്യൂ റെസിപ്റ്റ്സും കൂടെ ചേരുമ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് അല്ലേ? ഒന്നാമത്തെ കമ്പോണന്റ് അല്ലേ അത്? ഒന്നാമത്തെ കമ്പോണന്റ് എന്താ നോക്കൂ, ഇതാ റവന്യൂ റെസിപ്റ്റ്സ്. നമ്മൾ പ്ലോട്ട് ചെയ്ത റവന്യൂ റെസിപ്റ്റ്സ് ഇവിടെ ഇല്ലേ? ഇതാ കിടക്കുന്നു റവന്യൂ റെസിപ്റ്റ്സ്. ഇനി ക്യാപിറ്റലും റെസിപ്റ്റ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണെന്ത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അതിന് കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാണെന്ന് നോക്കൂ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് നമ്പർ 4 ആണ്. 4ാമത്തെ എൻട്രി എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓക്കെ, ഞാൻ നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്, ഈ ഡോക്യുമെന്റുമായിട്ട് നിങ്ങളെ ഫെമിലറൈസ് ചെയ്യാണ്. സോ നമ്മൾ പ്ലോട്ട് ചെയ്ത റെസിപ്റ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്ത റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഡോക്യുമെന്റിലുണ്ട്. എൻട്രി നമ്പർ 1 ആണ് റവന്യൂ റെസിപ്റ്റ്സ്, എൻട്രി നമ്പർ 4 ആണെന്ത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. എൻട്രി നമ്പർ 4 ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അതുകൊണ്ടാണ് ഞാനിവിടെ നമ്പർ എഴുതി പ്ലോട്ട് ചെയ്തത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ്, റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ റെസിപ്റ്റ്സ്. അതാണെന്ത്? എൻട്രി നമ്പർ 8. അപ്പോൾ എൻട്രി നമ്പർ 8 എന്താണ്? ടോട്ടൽ റെസിപ്റ്റ്സ് ആണ്. ടോട്ടൽ റെസിപ്റ്റ്സ് ആണ്. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചർ സൈഡിലും ഇതുപോലെ എന്തോ ഉണ്ട്? എക്സ്പെൻഡിച്ചർ സൈഡിലും ഇതുപോലെ റവന്യൂവും എക്സ്പെൻഡിച്ചറും കൂടെ ചേർന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റലും എക്സ്പെൻഡിച്ചറും കൂടെ ചേർന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എൻട്രി നമ്പർ 10 ആണ്. ഇതാ നോക്കൂ, ഇതല്ലേ എക്സ്പെൻഡിച്ചറിന്റെ സൈഡ്? എക്സ്പെൻഡിച്ചറിന്റെ സൈഡിൽ 9ാമത്തെ കോളത്തിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് ഇട്ടിരിക്കുന്നത്. അതിലെ എൻട്രി നമ്പർ 10 ആണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. എൻട്രി നമ്പർ 10 ആണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ,
ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എൻട്രി നമ്പർ 13 ആണ്. എൻട്രി നമ്പർ 13 എന്താ നോക്കൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എൻട്രി നമ്പർ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ബോക്സ് ആയിട്ട് അല്ലെങ്കിൽ കോളം ആയിട്ടും റോ ആയിട്ടും പ്ലോട്ട് ചെയ്യുന്ന സാധനം നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും അതിൻ്റെ സമ്മായിട്ടുള്ള ടോട്ടൽ റെസിപ്റ്റ്സും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതിൻ്റെ സമ്മായിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്പർ 9 ആണ്. എവിടെ ഉണ്ട്? നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റിലുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് ചെയ്തത്. നമുക്ക് ആദ്യമേ ഈ പാർട്ട് 1 വീഡിയോ, ഇത് നമ്മുടെ ബഡ്ജറ്റ് ഫണ്ടമെന്റൽസിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. അതിൽ നമുക്ക് ആദ്യമേ റെസിപ്റ്റ് സൈഡ് പഠിക്കാം. എന്ത് പഠിക്കാം? റെസിപ്റ്റ് സൈഡ് പഠിക്കാം. റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന പണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട് താ നോക്കൂ. റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. അതിന്റെ സമ്മാണെന്ത്? ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബഡ്ജറ്റ് ഏത് ബഡ്ജറ്റ് ആണെന്ന് നോക്കുക. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണ്. യൂണിയൻ ബഡ്ജറ്റ് റെഫറൻസ് ആയിട്ട് എടുത്ത് പഠിക്കുമ്പം റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ? റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും നിങ്ങൾ യൂണിയൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന പണമാണ്. ആ കിട്ടുന്ന തുകയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ചില റെസിപ്റ്റ്സിനെ റവന്യൂ റെസിപ്റ്റ്സ് എന്നും വിളിക്കുന്നു, ഇനി ചില റെസിപ്റ്റ്സിനെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും വിളിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് പാരാമീറ്റേഴ്സിന്റെ അല്ലെ പ്രീ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ചില റെസിപ്റ്റ്സിനെ റവന്യൂ റെസിപ്റ്റ്സ് എന്നും ചില റെസിപ്റ്റ്സിനെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും വിളിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്തോ കാരണം ഉള്ളത് കൊണ്ടാണല്ലോ ചില റെസിപ്റ്റ്സ് റവന്യൂ റെസിപ്റ്റ്സ് ആയതും ഇനി ചില റെസിപ്റ്റ്സ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയതും. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിനെ ടോട്ടൽ റെസിപ്റ്റ്സ് നിങ്ങൾ വിളിച്ചാൽ പോരായിരുന്നോ? ഇവിടെ റെസിപ്റ്റ്സിനെ തന്നെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയല്ലേ. ഇവിടെ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സിനെ തിരിച്ചറിയാനുള്ള 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടീഷൻസ് ഒന്നുമേ തന്നെ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻസ് എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രീ കണ്ടീഷൻസ് അല്ലെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ റവന്യൂ റെസിപ്റ്റ്സിന്റെ 2 കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റവന്യൂ റെസിപ്റ്റ്സിന്റെ 2 കണ്ടീഷൻസ്. നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഈ 2 കണ്ടീഷൻസും ഒരേ സമയം പാലിക്കുന്ന റെസിപ്റ്റ്സിനെ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കൂ. ഈ പണം സ്വീകരിച്ചത് വഴി ആ സ്വീകരിച്ച ആൾക്ക്, ഇവിടെ നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ യൂണിയൻ ഗവൺമെന്റിന് ഈ പണം സ്വീകരിച്ചത് വഴി എന്തുണ്ടാവാൻ പാടില്ല? ഒരു ലയബിലിറ്റി ഉണ്ടാവാൻ പാടില്ല. എന്താണ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സിന്റെ ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതും പലിശ കൊടുക്കേണ്ടതും അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കുന്നതും എല്ലാം ലയബിലിറ്റിയാണ്. അപ്പൊ ഈ കിട്ടുന്ന പൈസ എന്താകാൻ പാടില്ല? അത്തരത്തിലൊരു ലയബിലിറ്റി ആകാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇതിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, നോൺ റെഡീമബിൾ എന്നും പറയാം. അതായത് ലയബിലിറ്റി അല്ലാത്ത തുകയെ വിളിക്കുന്ന പേര് റവന്യൂ റെസിപ്റ്റ് ആയിരിക്കാനുള്ള ആദ്യത്തെ കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷനെ സമറൈസ് ചെയ്ത് അല്ലെങ്കിൽ ടെക്നിക്കലി പറയുന്ന പേരാണ് നോൺ റെഡീമബിൾ. എന്താണ് നോൺ റെഡീമബിലിറ്റി? അതിന് ആദ്യമേ എന്താണ് റെഡീമബിലിറ്റി എന്ന് നിങ്ങൾ അറിയണം. റെഡീമബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡീമബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് എ ക്ലെയിം ഓൺ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ക്ലെയിം ഉള്ളതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? റെഡീമബിൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈവശം ചിലപ്പം ഷോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡീമബിൾ കൂപ്പൺസ് വന്ന് പെടാറുണ്ട്. ഉദാഹരണത്തിന് ട്രെൻഡ്സിലൊക്കെ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് റെഡീമബിൾ കൂപ്പൺസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ 1500 രൂപ പർച്ചേസ് ചെയ്തിട്ട് ഈ കൂപ്പൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂപ്പൺ നിങ്ങളുടെ ക്ലെയിം ആണ്. നിങ്ങൾക്ക് 500 രൂപ അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. 1500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു പേ ഓൺലി 1000 rupees by producing this coupon. Okay, in that sense this coupon is a redeemable coupons because you have a claim. നിങ്ങൾക്ക് എന്തുകൊണ്ട്? ഒരു ക്ലെയിം ഉണ്ട്. അപ്പൊ റെഡീമബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലെയിം ആണ്. അപ്പൊ നോൺ റെഡീമബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ക്ലെയിം അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷനെ നമുക്ക് എങ്ങനെ ഒന്ന് ടെക്നിക്കലി പറയാം? ഇറ്റ് ഷാൾ ബി എ നോൺ റെഡീമബിൾ ഫണ്ട് എന്ന് വിളിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യാതൊരുവിധ ക്ലെയിമും ആ തുകയുടെ മേൽ മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. ഇൻട്രസ്റ്റ് ക്ലെയിം ഉണ്ടാകരുത്, തിരിച്ചു കിട്ടണമെന്നുള്ള ക്ലെയിം ഉണ്ടാകരുത്. അതായത് അയാൾ വന്ന് ഒരു തരത്തിലുള്ള ക്ലെയിം ഉന്നയിക്കരുത്. തിരിച്ചു കൊടുക്കേണ്ടി വരിക, പലിശ കൊടുക്കേണ്ടി വരിക, മറ്റൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കുക, ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ആകരുത് എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതിനെ സമ്മറൈസ് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണെന്ത്? നോൺ റെഡീമബിലിറ്റി. തീർന്നില്ല. ഈ ഒരു കണ്ടീഷൻ മാത്രം പാലിച്ചു എന്ന് കരുതി ഒരു റെസിപ്റ്റ് എന്താകുന്നില്ല? റവന്യൂ റെസിപ്റ്റ് ആകുന്നില്ല. ഇനി ഒരു കണ്ടീഷൻ കൂടി എന്ത് ചെയ്യണം?
ഒരു റെസിപ്റ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 2 കണ്ടീഷൻസും കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, പാലിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റെസിപ്റ്റിനെ എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷനാണ് ദെയർ ഷാൾ ബി നോ ലോസ് ഓഫ് അസറ്റ്സ്. ഈ പൈസ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് നഷ്ടപ്പെടാൻ പാടില്ല, ആസ്തി ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പാടില്ല, അസറ്റ് ലോസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇങ്ങനെ ഈ 2 കണ്ടീഷൻസും പാലിക്കുന്ന റെസിപ്റ്റുകളെ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിലായ കാരണം കൊണ്ട് അത് എന്തായി മാറും, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിന്റെ കണ്ടീഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ, റവന്യൂ റെസിപ്റ്റ്സിന്റെ കണ്ടീഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. റവന്യൂ റെസിപ്റ്റ് അല്ലാത്തതെല്ലാം എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ എന്നാണ് ചോദ്യം. ഞാൻ ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് ബഡ്ജറ്റ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ കൃത്യമായിട്ട് കൺസെപ്ച്വലി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സാധാരണ ആൾക്കാർ ഇത് കാണാൻ പഠിക്കാറുണ്ട്. അതായത് റവന്യൂ റെസിപ്റ്റ്സ് എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എൻട്രീസ് എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്യും. റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കാണാൻ പഠിച്ചു നോക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കാണാൻ പഠിച്ചു നോക്കും. നമുക്ക് അങ്ങനെ കാണാൻ പഠിക്കേണ്ട, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക്കലി കോൺസെപ്ച്വലി ഈ പാരാമീറ്റേഴ്സും പ്രീ കണ്ടീഷൻസും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ അത്തരത്തിലൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ എന്തെന്നാ ചോദ്യം. റവന്യൂ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് എന്തറിയണം, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയണം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ദർ വാസ് എ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ, സെൻട്രൽ മിനിസ്ട്രി ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ മുമ്പ് there was a department known as Department of Disinvestment. Department of Disinvestment എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാ നോക്കൂ, കേന്ദ്ര മിനിസ്ട്രീസിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് വെബ്സൈറ്റ് ആണിത്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 6 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ളത്. ഏതൊക്കെയാണ് 6 ഡിപ്പാർട്ട്മെന്റ്സ്? ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. ഇവിടെ എവിടെയും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കണ്ടില്ലല്ലോ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് എന്താ സംഭവിച്ചത്? ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് മാറ്റി. അപ്പൊ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഇതിന്റെ ഓഹരി ഗവൺമെന്റ് വിറ്റ് പൈസയാക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് എന്നുള്ളത്. എന്താണ്? ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പബ്ലിക് സെക്ടർ എൻറ്റിറ്റീസിന്റെ യൂട്ടിലിറ്റീസിന്റെ ഓഹരികൾ അല്ലെങ്കിൽ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് അതിൽ നിന്ന് പൈസ കണ്ടെത്തുന്ന ഏർപ്പാടിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ നോക്കൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പത്രവാർത്തകളുടെ ഹെഡിങ് ആണിത്. ഡിസ്ട്രസ് സെയിൽ ഓഫ് നാഷണൽ അസറ്റ്സ് ഈസ് അൺവൈസ്. കോൺഗ്രസ് പറയുന്നു, സോണിയാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഇത്തരത്തില് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി യാതൊരു ഔചിത്യവുമില്ലാതെ വിറ്റ് തുലയ്ക്കുന്നത് എന്താണ്? ബുദ്ധിപരമല്ല, അത് വൈസ് ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഈ ഒരു വാർത്ത പണ്ട് അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 2018 പുറത്തു വന്നൊരു വാർത്തയാണ്, അല്ലെങ്കിൽ 2018 ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ അദ്ദേഹം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ബഡ്ജറ്റിലൊരു കമ്പോണന്റ് ആണെന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് വാസ് ആക്ച്വലി അറൌണ്ട് 85,000 or something, but that year he was able to amass more than 1 lakh crores. 80,000-85,000 കോടി രൂപ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത വർഷത്തിൽ അദ്ദേഹത്തിന് 1 ലക്ഷം കോടിയിലധികം തുക ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? കണ്ടെത്താൻ സാധിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. വരും വർഷങ്ങളിൽ അവർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഇങ്ങനെ കയറ്റി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ട്രോള് കിട്ടുന്ന രീതിയിൽ, ഒരു ചീത്തപ്പേരാവുന്ന രീതിയിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെയാണ് അവർ, ഭയങ്കര ഒബ്വിയസ് ആണല്ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ പേര്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പേരങ്ങ് മാറ്റി ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ദീപം. ഓക്കെ, ദീപം. ഓക്കെ, ഇതാ നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ, ഇതിന്റെ അബ്രിവേഷൻ ആണ് ദീപം. പഴയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പേര് മാറ്റിയാണ് ഇപ്പൊ എന്താക്കിയത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് എന്ന് പേര് മാറ്റിയത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഡിഗ്രി മെയിൻസിന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു.
താഴെ തന്നിട്ടുള്ളവയിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് ഈ 6 ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ ഡിപ്പാം എന്നുള്ളത്. പഴയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റിന് പണം കിട്ടില്ലേ? കാരണം കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റ് പണം കണ്ടെത്തുന്നതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ചോദ്യത്തിൽ യൂണിയൻ ബഡ്ജറ്റിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു റെസിപ്റ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാതെ? എക്സ്പെൻഡിച്ചർ വരുന്ന ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തൂടെ? ഏതൊക്കെയാണ്? ആ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഓപ്ഷനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു റെസിപ്റ്റ് ആണ്. ഇനി നിങ്ങൾക്കറിയാം ഒരു റെസിപ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് റവന്യൂ റെസിപ്റ്റ് ആണോ ഇനിയല്ല ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോ ലയബിലിറ്റി, അതുപോലെ തന്നെ നോ അസറ്റ് ലോസ്. ഈ 2 കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന റെസിപ്റ്റ് റവന്യൂ റെസിപ്റ്റ് ആണോ ഇനി അല്ല ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആ പണത്തെ പറ്റിയാണ് ഇവിടെ ചോദ്യം. ആ കിട്ടുന്ന തുക കേന്ദ്ര ഗവൺമെന്റിന് ഒരു ലയബിലിറ്റി ആണോ? ആ വിറ്റ് കിട്ടിയ തുക തിരിച്ചു കൊടുക്കണോ? അതിന് പലിശ കൊടുക്കണോ? നാളെ ആരെങ്കിലും വന്ന് ക്ലെയിം ഉന്നയിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു സൈക്കിൾ എടുത്ത് വിറ്റ സിനാരിയോ ഇമാജിൻ ചെയ്യുക. ആ സൈക്കിൾ വിറ്റ് നിങ്ങൾക്ക് ഒരു 3000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ആ കിട്ടിയ 3000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുക്കണോ? അതിന് പലിശ കൊടുക്കണോ? വേണ്ടല്ലോ. അത് നിങ്ങളുടെ പൈസയല്ലേ. നിങ്ങൾ വിറ്റു തൊലച്ചു, നിങ്ങൾക്ക് പൈസ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് ലയബിലിറ്റി ഉണ്ടോ? അതിൻ്റെ അകത്ത് ലയബിലിറ്റി ഇല്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ദർ ഈസ് നോ ലയബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതി ചാടി കയറി ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടാമതൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അതും കൂടെ പരിശോധിച്ച് നോക്കണം. അതും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ? റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദർ ഷാൾ ബി നോ അസറ്റ് ലോസ്. ഈ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് നഷ്ടപ്പെടാൻ പാടില്ല? ആസ്തിയൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ അസറ്റ് ലോസ് ഉണ്ടായി. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആസ്തി നഷ്ടപ്പെടുന്ന ഒരു റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലെ. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? അസറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു സെക്കൻഡ് കണ്ടീഷൻ ഫെയിലായി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അത് റവന്യൂ റെസിപ്റ്റ് ആണോ? അല്ല. അത് പിന്നെ എന്താണ്? അത് പിന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ക്യാപിറ്റൽ റെസിപ്റ്റ്. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യും. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ദ കംപ്ലീറ്റ് റിക്കവറി ഓഫ് എ ലോൺ given to a state government, ഇവിടെ ഉണ്ട്, given to a state government by the central government falls under. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ലോൺ കൊടുത്തതിനെ പറ്റിയാണോ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചേ. കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ലോൺ കൊടുത്തതിനെ പറ്റിയല്ല ഇവിടെ ചോദ്യം. ആ കൊടുത്ത ലോൺ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചു വാങ്ങിയതിനെ പറ്റിയാണ് ചോദ്യം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റിൽ ഈ ലോൺ റിക്കവർ ചെയ്തു എന്നുള്ളത് വരവാണോ ചെലവാണോ? വരവാണ്. കാരണം എന്താണ്? കൊടുത്ത ലോൺ പലിശ സഹിതം തിരിച്ചു വാങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ആ എക്സ്പെൻഡിച്ചർ വരുന്ന 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് 2 കണ്ടീഷൻ വെച്ചിട്ട് തന്നിരിക്കുന്നത് റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ എന്നറിയാൻ നിങ്ങളുടെ കയ്യിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ത് തരം റെസിപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആർക്കെങ്കിലും പൈസ പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ മുതലും പലിശയും തിരിച്ചു വാങ്ങി. ഉദാഹരണത്തിന് ഒരു 40,000 രൂപ 50,000 രൂപ കൊടുത്തു. അത് 55,000 ആയിട്ട് കടം കൊടുത്ത ആളിൽ നിന്നും തിരിച്ചു വാങ്ങി. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആ 55,000 രൂപയെ പറ്റിയാണ് ഇവിടെ ചോദ്യം. ആ കിട്ടിയ 55,000 രൂപ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബാധ്യതയാണോ? അത് തിരിച്ചു കൊടുക്കണോ? അതിന് പലിശ കൊടുക്കണോ? നാളെ വേറൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ദർ ഇസ് നോ ലയബിലിറ്റി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ കടം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആസ്തി വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും അസറ്റ് വല്ലതും നിങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അസറ്റ് വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കടം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്ത് അസറ്റ് ലോസ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷനോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ തെറ്റാണ്. കാരണം ഇവിടെ അസറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ ഫെയിൽ ആവുന്നുണ്ട്. അസറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് അസറ്റ് എന്ന് അറിയണം. അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ക്യാൻ ബി എനിത്തിങ് വിച്ച് ഫർദർ ജനറേറ്റ്സ് ഇൻകം. ഫർദർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്? അസറ്റാണ്. അപ്പം നമ്മൾ പൊതുവെ അസറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള അസറ്റ്സ് ചിന്തിക്കാറുണ്ട്. ബിൽഡിങ്സ് അല്ലേ,
ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥന് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ അല്ലാത്ത അസറ്റ്സും ഉണ്ട്. ദർ എക്സിസ്റ്റ് എ കാറ്റഗറി ഓഫ് അസറ്റ്സ് നോൺ ആസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ്? അത് ഫിസിക്കലോ ടാഞ്ചിബിളോ വിസിബിളോ ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ ദേ ഡു ജനറേറ്റ് ഇൻകം. അസറ്റ് എന്ന് വെച്ചാൽ സിംപ്ലി ഫർദർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ നിലയ്ക്ക് ഫർദർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അതൊരു അസറ്റാണ്. അപ്പം അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിനെ പറ്റി നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിക്കണം. സോ ലോൺ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. കാരണം എന്താണ്? ബിൽഡിംഗ് എങ്ങനെയാണോ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ ലോൺ എന്ത് ജനറേറ്റ് ചെയ്യും? ലോൺ ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യും. ലോൺ നൽകിയ ആൾക്കാർക്ക് എന്ത് ജനറേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യും. സോ ഇവിടെ എഴുതിയേക്കുന്ന വായിക്കൂ. ഫോർ എ ബാങ്ക്, ലോൺസ് ആണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അസറ്റുകൾ എന്ന് പറയുന്നത്. കാരണം ആ ലോണിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ ബാങ്കിന് എന്ത് കിട്ടും? ആ പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കും. ഡെപ്പോസിറ്റ്സോ? ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയാണ്. പൊതുവേ ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്കിൻ്റെ അസറ്റ് എന്നാണ് കരുതിയിരുന്നത്. അല്ല കേട്ടോ, ഡെപ്പോസിറ്റ്സ് ലയബിലിറ്റിയാണ്. കാരണം എന്താണ്? ഡെപ്പോസിറ്റ്സിന് അങ്ങോട്ട് പലിശ കൊടുക്കണം, അല്ലേ? അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ഡെപ്പോസിറ്റ്സിന്. ഉദാഹരണത്തിന് എന്താ പറയണ്ടേ, കറണ്ട് അക്കൗണ്ട് ഒഴിച്ച് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ഫിക്സഡ് അക്കൗണ്ട് ആണെങ്കിലും അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി എന്ത് തരം ഡെപ്പോസിറ്റ് ആണെങ്കിലും അത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ മേലെ ക്ലെയിം ഉണ്ട്. സോ ക്ലെയിം ഉള്ളതൊക്കെ എന്താണ്? ലയബിലിറ്റിയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ആണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി. ലോൺസ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസറ്റാണ്. ഇവിടെ ഈ ചോദ്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആരെ പോലാണ്? കേന്ദ്ര ഗവൺമെൻറ് ഒരു ബാങ്കിനെ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? കാരണം ഒരു സംസ്ഥാനത്തിന് ലോൺ കൊടുത്തത് തിരിച്ചു പിടിക്കുകയല്ലേ. അപ്പോൾ ആ കൊടുത്ത ലോൺ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ അസറ്റ് അല്ലായിരുന്നോ? അതായത് ഇന്നലെ വരെ കേന്ദ്ര ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്തിരുന്ന, നേടിക്കൊടുത്തിരുന്ന ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആയിരുന്നു. ഇന്നത് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ആ ഫിനാൻഷ്യൽ അസറ്റ് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അസറ്റ് ലോസ് ഉണ്ടായി. അപ്പോൾ കണ്ടീഷൻ ഫെയിൽ ആയില്ലേ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് റവന്യൂ റെസിപ്റ്റ് ആണോ? അല്ല. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇതാണ് കൺസെപ്ച്വലി വേണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാതെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ റവന്യൂ റെസിപ്റ്റിനെ തിരിച്ചറിയാനുള്ള കൺസെപ്റ്റിന് പുറമെ നിങ്ങൾക്ക് എന്ത് കൺസെപ്റ്റും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണമായിരുന്നു? അസറ്റ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണമായിരുന്നു. സോ ഇതാണ് എന്ത്? 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ 2 ഉദാഹരണങ്ങളും നമ്മുടെ ഉത്തരം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് അല്ലേ കിട്ടിയേ? ഈ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയ എന്താ? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, റിക്കവറി ഓഫ് ലോൺസും എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ഇനി ഈ 2 ക്യാപിറ്റൽ റെസിപ്റ്റ്സും എന്ത് കാരണം കൊണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് മാറിയത്? ഏത് കണ്ടീഷൻ ഫെയിൽ ആയത് കാരണമാണ്? ലോസ് ഓഫ് അസറ്റ്സ് എന്നുള്ള കണ്ടീഷൻ ഫെയിൽ ആയത് കാരണമല്ലേ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് മാറിയത്? പക്ഷേ ഇനി ഒരു കാരണം കൊണ്ടും ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടായിക്കൂടെ? അതേതാണ്? ലയബിലിറ്റി കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ ഒരു ജെനിസിസ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഇല്ലേ? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്. അതായത് ലയബിലിറ്റി കാരണമാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത 2 എക്സാമ്പിളിലും അവിടെ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയതിന്റെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ലയബിലിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡെപ്റ്റ് അല്ലേ? നോ ഡെപ്റ്റ് അല്ലേ? ഈ 2 കേസിലും ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് ആണെങ്കിലും റിക്കവറി ഓഫ് ലോണിന്റെ കേസ് അല്ലാണെങ്കിലും അത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയി മാറാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ അസറ്റ് ലോസ് ഉണ്ടായെന്നുള്ളതല്ലേ. അപ്പം ലയബിലിറ്റി ഉള്ളതിനെ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും, ലയബിലിറ്റി ഇല്ല എന്നാൽ അസറ്റ് ലോസ് ഉണ്ടായതിനെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും വിളിക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്കായിട്ട് ഈ പറയുന്ന ആ റെസിപ്റ്റ്സിന്റെ കോളം, ആ റെസിപ്റ്റ്സിന്റെ എൻട്രീസ് ഫുള്ള് ഞാൻ ഇവിടെ ഒന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റെസിപ്റ്റ്സിൽ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. റവന്യൂ റെസിപ്റ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ കണ്ട 2 എക്സാമ്പിൾസും എന്തായിരുന്നു? ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ ഇപ്പം നിങ്ങൾ കുറച്ച് അസർട്ടീവ് ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കിയോ. റവന്യൂ റെസിപ്റ്റ്സിനെ 2 ആയിട്ടാണ് തിരിക്കുന്നത്, ടാക്സ് എന്നും നോൺ ടാക്സ് എന്നും. അതിലേക്ക് നമുക്ക് വരാം. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള ബോറോയിങ്സും ഉണ്ട്, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസും ഉണ്ട്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിക്കവറി ഓഫ് ലോൺസും ഉണ്ട്. ഇനി ഇതല്ലേ നമ്മുടെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഡോക്യുമെന്റ്? അതിൽ താ നോക്കൂ, 4ാമത്തെ എൻട്രി അല്ലേ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ആ 4ാമത്തെ എൻട്രിയുടെ താഴെ 3 എൻട്രീസ് വരുന്നില്ലേ? 5, 6, 7 എന്നുള്ള രീതിയിൽ. 5ാമത്തത് ഏതാ നോക്കേ? റിക്കവറി ഓഫ് ലോൺസ് അല്ലേ. 6ാമത്തെ എന്താ നോക്കേ? അതർ റെസിപ്റ്റ്സ് എന്നല്ലേ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
ഞാനിവിടെ ബഡ്ജറ്റിൻ്റെ ഫിഗറിലോട്ടോ അനാലിസിസിലോട്ടോ പോകുന്നില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് കമ്പോണൻസ് മാത്രം ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. അടുത്ത വീഡിയോസിൽ, വരുന്ന വീഡിയോസിൽ ഞാൻ ഈ ഫിഗേഴ്സ് എല്ലാം വെച്ചുള്ള അനാലിസിസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ അകത്ത് 5ാമത്തെ എൻട്രി റിക്കവറി ഓഫ് ലോൺ അല്ലേ. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ റിക്കവറി ഓഫ് ലോൺസ് ഉണ്ട്. അതുപോലെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്ന മറ്റൊരു എൻട്രി ആണെന്ത്, നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത എക്സാമ്പിൾ ആണെന്ത്, അതർ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു പരാമർശമില്ല. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, അതർ റെസിപ്റ്റ്സ്. മറക്കരുത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതർ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് രണ്ടുമാണെന്ത്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇത് രണ്ടുമാണെന്ത്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇനി ആ 7ാമത്തെ എൻട്രി ആണെന്ത്, ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. സോ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ എൻട്രി. നമ്മൾ പഠിച്ച് വന്ന് റവന്യൂ റെസിപ്റ്റ്സിന്റെ കണ്ടീഷൻ വെച്ച് റവന്യൂ റെസിപ്റ്റ്സ് എന്താണെന്ന് പഠിച്ചു തുടങ്ങിയെങ്കിലും എക്സാമ്പിൾ വെച്ച് പഠിച്ചു തുടങ്ങിയപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. റിക്കവറി ഓഫ് ലോൺസ് ഉണ്ട്, അതർ റെസിപ്റ്റ്സ് എന്നറിയപ്പെടുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഉണ്ട്. ഇനി അടുത്തതാണ് റവന്യൂ റെസിപ്റ്റ്സ്. എന്തായിരിക്കും റവന്യൂ റെസിപ്റ്റ്സ്? നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്കറിയാം, ആ രണ്ട് കണ്ടീഷൻസും, ആ നോ ലയബിലിറ്റി എന്നുള്ള കണ്ടീഷനും നോ അസറ്റ് ലോസ് എന്നുള്ള കണ്ടീഷനും ഒരേ സമയം പാലിക്കുന്ന റെസിപ്റ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ടാക്സ് എന്നും നോൺ ടാക്സ് എന്നും. ടാക്സിന്റെ രൂപത്തിലുള്ള റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, നോൺ ടാക്സിന്റെ രൂപത്തിലുള്ള റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്. സോ ടാക്സ് ആണെങ്കിലും ശരി, നോൺ ടാക്സ് ആണെങ്കിലും ശരി, ഗവൺമെന്റിന് കിട്ടുന്ന തുക, ഈ ഇനത്തിൽ കിട്ടുന്ന തുക ഗവൺമെന്റ് തിരിച്ചു കൊടുക്കേണ്ടതില്ല, പലിശ കൊടുക്കേണ്ടതില്ല. ടാക്സിന് മറ്റൊരാളുടെ മേൽ നാളെ ടാക്സ് മേടിച്ചെന്നുള്ളതിന്റെ പേരിൽ മറ്റൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കില്ല. ഇനി ടാക്സ് ലെവി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലോ മറ്റ് നോൺ ടാക്സ് ഇനത്തിലുള്ള റവന്യൂ റെസിപ്റ്റുകൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലോ ഗവൺമെന്റിന്റെ അസറ്റ് ഏതുമേ അല്ലെ ആസ്തി ഒന്നുമേ തന്നെ നഷ്ടപ്പെടുന്നതുമില്ല. സോ ഇതാണ് ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസിലെ റവന്യൂ റെസിപ്റ്റ്സ് എന്നുള്ളത് എൻട്രി നമ്പർ 1. അതിൻ്റെ അകത്ത് 2ഉം 3ഉം കിടക്കുന്നത് എന്താണ്, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഒക്കെ. അതിൽ നമുക്ക് ആദ്യമേ ടാക്സസ് പഠിക്കാം. ടാക്സസ് സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ധാരാളം ടാക്സസ് ഉണ്ട് എങ്കിലും അതിൽ 5 ടാക്സസ് ആണ് മേജർ ടാക്സസ് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ മേജർ ടാക്സസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇൻ ടേംസ് ഓഫ് കളക്ഷനിൽ റവന്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ 5 ടാക്സസ് ആയിരിക്കും. ഈ 5 നമുക്കറിയാം ടാക്സസിന്റെ ക്ലാസിഫിക്കേഷൻ, അതറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ 5 മേജർ ടാക്സസിനെ തന്നെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ 2 എണ്ണം ഡയറക്റ്റ് ടാക്സസും 3 എണ്ണം ഇൻഡയറക്റ്റ് ടാക്സസും ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 2 ഡയറക്റ്റ് ടാക്സസ്? 2 ഡയറക്റ്റ് ടാക്സസ് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും ആണ് നമ്മുടെ 5 മേജർ ടാക്സസിലെ 2 ഡയറക്റ്റ് ടാക്സസ്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും. ഇനി 3 ഇൻഡയറക്റ്റ് ടാക്സസ് മേജർ ടാക്സസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് GST ആണ്, അടുത്തത് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, പിന്നത്തത് കസ്റ്റംസ് ഡ്യൂട്ടി. ഇതാ നോക്കൂ, നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സിൽ, ടാക്സ് റെസിപ്റ്റ്സിൽ ഈ 5 മേജർ ടാക്സസ് അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കേ. ഇതിൻ്റെ അനാലിസിസും കാര്യങ്ങളും ട്രെൻഡും എല്ലാം നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്. സോ കോർപ്പറേഷൻ ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്, ടാക്സസ് ഓൺ ഇൻകം ഡയറക്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ 2 മേജർ ഡയറക്റ്റ് ടാക്സസ്. 2 മേജർ ഡയറക്റ്റ് ടാക്സസ്. ഇനി 3 മേജർ ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അതിന്റെ കളക്ഷൻ എമൗണ്ട് എത്ര നോക്കണേ. കോർപ്പറേഷൻ ടാക്സ് 10,82,000 കോടി, ഇൻകം ടാക്സ് 14,38,000 കോടി. 2025-26 ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കളക്ഷനാണ് കേട്ടോ. ഇനി 3 ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അതിലൊന്നാണ് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 3,17,000 കോടി. അടുത്തത് പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി 2,40,000 കോടി. മൂന്നാമത്തത് GST 11,78,000 കോടി. ഇതെല്ലാം 2025-26 എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. സോ ഈ അനാലിസിസ് നമുക്ക് ചെയ്യാം. സോ 5 മേജർ ടാക്സസ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. 5 മേജർ ടാക്സസ് ആർ ദെയർ. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സസ് നിന്ന് 2 ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സസ് നിന്ന് 3 വരുന്നുണ്ട്. ഏതൊക്കെയാണ്? GST ഉണ്ട്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഈ ടാക്സസ് നിങ്ങളൊന്ന് ആലോചിച്ച്, കേന്ദ്ര ഗവൺമെന്റ് ഇൻകം ടാക്സ് എന്നുള്ള ഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ഇൻകം ടാക്സ് പേയേഴ്സിന്റെ നിന്ന് മേടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടിയ തുക, ഇൻകം ടാക്സ് ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന തുക കേന്ദ്ര ഗവൺമെന്റ് ആ ടാക്സ് അടച്ച ആൾക്ക് തിരിച്ചു കൊടുക്കണോ? അയാൾക്ക് അങ്ങോട്ട് പലിശ കൊടുക്കണോ? അയാൾക്ക് നാളെ ആ തുകയിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? അയാൾ ഇന്ന് ഈ ഇൻകം ടാക്സ് വാങ്ങിച്ചു എന്ന് കരുതി ഗവൺമെന്റിന്റെ ആസ്തി നഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണെങ്കിലും ഇനി ഇൻഡയറക്റ്റ് ടാക്സ് GST, നിങ്ങൾ സോപ്പും ചീപ്പും
പേസ്റ്റും ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ GST കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു കോൾഗേറ്റ് പേസ്റ്റിൻ്റെ വില 60 രൂപയാണ് എങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 45 രൂപേൻ്റെ അടിസ്ഥാന വിലയും ഒരു 15 രൂപയോളം GST ആണ്. അപ്പം നിങ്ങൾ ഈ കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങും കൊടുക്കുന്ന 60 രൂപയിൽ നിന്ന് 15 രൂപ GST ആയിട്ട് ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന തുക 15 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരണോ? നിങ്ങൾക്ക് പലിശ തരണോ? ഇനി നാളെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്ലെയിം വല്ലതും ഉന്നയിക്കാൻ പറ്റുമോ? ഇനി 15 രൂപ നിങ്ങളുടെ ഇന്ന് GST ആയിട്ട് വാങ്ങിയെന്ന് കരുതി കേന്ദ്ര ഗവൺമെൻറ് ആസ്തി വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടാക്സസ് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇൻകം ടാക്സും ഇൻഡയറക്ട് ടാക്സ് എന്നുള്ള എക്സാമ്പിൾ GSTയും പറഞ്ഞു. അപ്പം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഗവൺമെൻറ് ടാക്സ് ലെവി ചെയ്യുന്നു എന്ന് കരുതി ഗവൺമെൻറ്റിൻ്റെ ആസ്തിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റിന് അതൊരു ബാധ്യതയായിട്ടൊന്നും തീരുന്നില്ല. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റവന്യൂ റെസിപ്റ്റ്സിൻ്റെ 2 കണ്ടീഷൻസും പാലിക്കുന്നുണ്ട്. ടാക്സ് ആണെങ്കിലും ഡയറക്റ്റ് ടാക്സ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലും. ഓക്കെ, സോ അപ്പോൾ ടാക്സസിൻ്റെ കേസിൽ ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇനിയാണ് നോൺ ടാക്സ് ഇനത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട റവന്യൂ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് നോൺ ടാക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷെ എന്തല്ല? ടാക്സ് അല്ല. റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷെ എന്തല്ല? ടാക്സ് അല്ല. അപ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ ടാക്സ് ഇനത്തിൽ പെടുന്ന റവന്യൂ റെസിപ്റ്റ്സ്? ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും സംസ്ഥാനത്തിന് കൊടുക്കുന്ന ലോൺ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. കാരണം എന്താണ്? ആ കിട്ടിയ ഇൻട്രസ്റ്റ് ഇപ്പോൾ കേരളത്തിന് ഒരു 100 കോടി രൂപ കൊടുത്തു. അപ്പം എല്ലാ വർഷം അതിൽ നിന്ന് ഒരു 1 കോടി രൂപ അടുപ്പിച്ചല്ല, ഒരു 50 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ കിട്ടിയ 50 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണോ? അതിന് പലിശ കൊടുക്കണോ? നാളെ ആരെങ്കിലും വന്ന് ക്ലെയിം ഉന്നയിക്കുമോ? ഇല്ല. അതുകൊണ്ട് അതിൽ എന്തില്ല? ലയബിലിറ്റി ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇൻട്രസ്റ്റ് എന്നുള്ളതിൽ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ലയബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ദർ ഇസ് നോ ലയബിലിറ്റി അസോസിയേറ്റഡ് അല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, എന്തെങ്കിലും ആസ്തി അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ? അസറ്റ് ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ആ അസറ്റ് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, ആ ലോൺ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അസറ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സോ ആസ്തി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദർ ഇസ് നോ അസറ്റ് ലോസ്. ആ നിലയ്ക്ക് 2 കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ നോൺ ടാക്സ് റവന്യൂവിൽ പെടുന്ന ഒരു റവന്യൂ റെസിപ്റ്റ് ആണെന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ്, കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ റൺ ചെയ്യാറുണ്ട് അല്ലെ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റൺ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഡിവിഡൻഡും പ്രോഫിറ്റും, ആ കിട്ടുന്ന ഡിവിഡൻഡും പ്രോഫിറ്റും ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കണോ? പലിശ കൊടുക്കണോ? നാളെ ആരെങ്കിലും വന്ന് അതിൽ ക്ലെയിം ഉന്നയിക്കുമോ? ഇല്ല. ആ ഡിവിഡൻഡും പ്രോഫിറ്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആസ്തി വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള ആ ആസ്തി അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് കിട്ടുന്നത്? ആ ഡിവിഡൻഡും പ്രോഫിറ്റും കിട്ടുന്നത്. സോ അതാണ് അടുത്ത സെറ്റ് ഓഫ് നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റിൽ പെടുന്ന നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സ്റ്റേണൽ ഗ്രാൻഡ്. എന്താണ് ഗ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനസഹായം. ലോൺ അല്ല, ഗ്രാൻഡ് ആണ്. പുറമേ നിന്ന് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടുന്ന ഗ്രാൻഡ്. ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണോ? പലിശ കൊടുക്കണോ? നമുക്ക് നമ്മുടെ ചില എഫേർട്സിന് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എമിഷൻ റിഡക്ഷന്റെ ഭാഗമായിട്ടൊക്കെ ഒരു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടി ലോക രാജ്യങ്ങളും സംഘടനകളും ഒക്കെ ഇന്ത്യക്ക് എന്ത് കിട്ടാറുണ്ട്? ഗ്രാൻഡ് കിട്ടാറുണ്ട്. ഈ വർഷം ഏകദേശം അടുത്ത വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രാൻഡ് 1175 കോടി രൂപയാണ്. ചെറിയ എമൗണ്ട് ആണ്, ബട്ട് സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് സച്ച് ഗ്രാൻഡ്സ്. ഓക്കെ, ആ ഗ്രാൻഡ്സ് ഒക്കെ അതിന്റെ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അൺടൈഡ് ഫണ്ടാണ്. അപ്പം ആ ഗ്രാൻഡ് എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കേണ്ട, പലിശ കൊടുക്കേണ്ട. ഗ്രാൻഡ് വാങ്ങിയെന്ന് കരുതി ഇന്ത്യ ഗവൺമെന്റിന്റെ ആസ്തി ഒന്നും നഷ്ടപ്പെടുന്നുമില്ല. സോ റവന്യൂ റെസിപ്റ്റ് ആണ്, പക്ഷേ ടാക്സിന്റെ രൂപത്തിലല്ല. സോ നോൺ ടാക്സ് ഇനത്തിലെ റവന്യൂ റെസിപ്റ്റിലെ അടുത്ത പ്രധാനപ്പെട്ട എൻട്രി ആണെന്ത്? എക്സ്റ്റേണൽ ഗ്രാൻഡ്. പിന്നെ മറ്റ് അതർ നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റ്സ് ലൈക്ക് ഫീസ്, പെനാൽറ്റീസ്, ഇതൊക്കെ എന്തിൽ വരും? ഇതൊക്കെ നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റ്സിൽ വരും. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പൈസയും അതും എന്താണ്? അതും നോൺ ടാക്സ് ഇനത്തിൽപ്പെടുന്ന റവന്യൂ റെസിപ്റ്റ്സ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ബഡ്ജറ്റ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട് റെസിപ്റ്റ് സൈഡാണ് കവർ ചെയ്തത്. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള ബഡ്ജറ്റിൻ്റെ ഫണ്ടമെന്റൽസിൽ ബഡ്ജറ്റ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെൻഡിച്ചർ സൈഡ് നമുക്ക് കവർ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റെസിപ്റ്റ് സൈഡിലേക്ക് കൺഫൈൻ ചെയ്തത്. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ അടുത്ത വീഡിയോ പാർട്ട് 2 വീഡിയോ ബഡ്ജറ്റ് ഫണ്ടമെന്റൽസുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ കവർ ചെയ്യും. സോ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങൾ ആവശ്യമുള്ള നോട്ട് എഴുതിയെടുത്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇടാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് നേരിട്ടും ചോദിക്കാം. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.